കോർപ്പറേഷനിലെ ബി.ജെ.പി കൗൺസിലർമാർ വന്ദേമാതരം ആലപിക്കുകയാണ് തത്സമയം. കോഴിക്കോട് കോർപ്പറേഷനിലെ ബി.ജെ.പി കൗൺസിലർമാർ ഒരുമിച്ച് ചേർന്ന് വന്ദേമാതരം ആലപിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഒരു വശത്ത് വന്ദേമാതരത്തിനനുസരിച്ചൊന്ന് ചുണ്ടനക്കാൻ പോലും ധൈര്യമില്ലാത്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ലീഗിന് മുന്നിൽ കീഴടങ്ങി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുമ്പോൾ, അപ്പുറത്തിതാ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാനത്തെ ഏതാണ്ട് 15,000-ലധികം കേന്ദ്രങ്ങളിലാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ വന്ദേമാതര ആലാപനമടക്കമുള്ള പരിപാടികൾ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്നത്. ഒപ്പം സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് പലയിടങ്ങളിൽ പല ജില്ലകളിലായി ഇനിയുള്ള ദിവസങ്ങളിൽ വിവിധ യുവസംഗമങ്ങളും വന്ദേമാതര ആലാപന പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് ദേശീയ ബിംബങ്ങളെ, ദേശീയ പ്രതീകങ്ങളെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന സമീപനം തുടരുമ്പോൾ, തീവ്ര ഇസ്ലാമിക സംഘടനകൾക്ക് മുൻപിൽ സ്വന്തം സത്വബോധം പോലും അടിയറവ് വയ്ക്കുന്ന ഒരു വിഭാഗമായി കോൺഗ്രസ് മാറുമ്പോൾ, മറുവശത്ത് ദേശീയ പ്രതീകങ്ങളെ ആവേശത്തോടെ അഭിമാനത്തോടെ അതിങ്ങനെ ഉയർത്തിപ്പാടുകയാണ് ബി.ജെ.പിയും സംഘപരിവാർ സംഘടനകളും. ഇത് ദേശീയധാരയും രാഷ്ട്രവിരുദ്ധരും തമ്മിലുള്ളൊരു പോരാട്ടമായി കൂടി നമുക്ക് വിലയിരുത്തുകയാണ്. അനഘ, ഞാൻ പറഞ്ഞു വരികയായിരുന്നു, കേരളത്തിലെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് വന്ദേമാതരമൊന്ന് ചൊല്ലാൻ പോലുമുള്ള ധൈര്യമില്ല. കാരണം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയും പോലെയുള്ള സംഘടനകളുടെ ദയാവായ്പിലാണ് അദ്ദേഹം ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. എന്നാൽ മറുവശത്താകട്ടെ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെങ്ങും വന്ദേമാതര ഗാനം ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്. അനക്ക, തികച്ചും നാടകീയമായ സംഭവങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ നടന്നിരിക്കുന്നത്. ഒരു ഭാഗത്ത് ബി.ജെ.പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ദേശീയ വന്ദേമാതരം ആലപിച്ചപ്പോൾ തൊട്ടടുത്ത് തന്നെ ഈ ജനഗണമന ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. UDF കൗൺസിലർമാരുടെ അതുപോലെ CPM കൗൺസിലർമാരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നിരുന്നത്. ഇപ്പോൾ ബി.ജെ.പി കൗൺസിലർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. തികച്ചും നാടകീയമായ സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്താണ് പ്രതികരിക്കാനുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാജ്യത്തെ ഭരണഘടനയെ നിന്ദിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. രാജ്യത്തെ ഭരണത്തെ എതിർത്തുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായി വന്ദേമാതരം പാടില്ല എന്നുള്ള ഈ CPM-ന്റെ ഭരണകൂടം, CPM-ന്റെ ചരിത്രം നമുക്കറിയാം. എക്കാലത്തും ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ആഗസ്റ്റ് 15 ആപത്ത് 15 പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ ദിനത്തെ പോലും അംഗീകരിക്കാത്തവരാണ് CPM. പക്ഷേ കോൺഗ്രസ് എന്ന് മുതലാണ് വന്ദേമാതരത്തെ അംഗീകരിക്കാത്തത് എന്നുള്ളതാണ്. ഇവിടുത്തെ മതതീവ്രവാദികളുടെ മതതീവ്രവാദ സംഘടനകളെ പിടിച്ചുകൊണ്ട് വന്ദേമാതരം പാടില്ല എന്നുള്ള ഈ രാജ്യവിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ ജനാധിപത്യപരമായി രാജ്യസ്നേഹികൾ ഈ നാട്ടിലുണ്ട് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ബി.ജെ.പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ വന്ദേമാതരം പൂർണ്ണമായി പാടിക്കൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്, രാഷ്ട്രവിരുദ്ധമാണ്. ഇതിനെതിരെ പൊതുജനം അതിശക്തമായി പ്രതികരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വന്ദേമാതരം പാടുമെന്ന് ഞങ്ങൾ ഇവിടെ മേയർ അറിയിച്ചതാണ്, ഡെപ്യൂട്ടി മേയർ അറിയിച്ചതാണ്, പാടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളതാണ്. അത് മനഃപൂർവ്വം വന്ദേമാതരം പാടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വന്ദേമാതരം എന്ന് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ജനഗണമന പാടി. ഞങ്ങൾ എന്താ ചെയ്തത്? വന്ദേമാതരം പാടിയതിനു ശേഷം ദേശീയഗാനം പാടിയിട്ടാണ് ഞങ്ങൾ അവസാനിപ്പിച്ചത്. നമ്മുടെ രാജ്യത്ത്, ഈ രാജ്യത്ത് വന്ദേമാതരം പാടണമെന്നുള്ളതാണ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളതാണ്. ഇന്നലെ മദ്രാസ് ഹൈക്കോടതി വരെ ആ കാര്യത്തിൽ തീരുമാനമെടുത്തതാണ്. അപ്പോൾ രാജ്യത്തെ എല്ലാ നിയമവ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ട് ചില മത തീവ്രവാദ സംഘടനകളെ ഭയപ്പെടുന്ന രീതിയിൽ ഈ രാജ്യത്തിൻ്റെ അഭിമാനമായ വന്ദേമാതരത്തെ
തിരസ്കരിക്കുന്ന ഈ നടപടി അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. രാജ്യസ്നേഹികൾ അതിനെ ചോദ്യം ചെയ്യുന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നിവിടെ നടന്നത്. അല്ല, ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ് വന്ദേമാതരം ആദ്യം തുടങ്ങി. ദേശീയഗാനം എപ്പോഴാണ് ജൂല? സമാപനത്തിലാണ് ദേശീയഗാനം ജൂല. അതോടുകൂടി സമാപിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം അത് വന്ദേമാതരം പാടാതിരിക്കാൻ ദേശീയഗാനം ഉടനടി പാടാൻ ശ്രമിച്ചതാണ് വിഷയം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മേയറോടും ഡെപ്യൂട്ടി മേയറോടും ആവശ്യപ്പെട്ടുള്ളതാണ് വന്ദേമാതരം പൂർണ്ണമായും പാടണമെന്ന്. അത് ഇല്ലാതാക്കാൻ വേണ്ടി പെട്ടെന്ന് ദേശീയഗാനം പാടാൻ ഞങ്ങളത് എന്ത് ചെയ്തു? വന്ദേമാതരം പാടിയതിനു ശേഷം ദേശീയഗാനം പാടിയിട്ടാണ് സമാപനം നടത്തിയത്. അതാണല്ലോ ശരി. നമ്മുടെ നാട്ടിൽ അതാണല്ലോ ശരി. ദേശീയഗാനത്തോടു കൂടി സമാപിക്കുക എന്നുള്ളതാണ് ഫ്ലാഗ് ഓഫിന്റെ ഒരു സാധാരണ രീതി. അതാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ദേശീയഗാനത്തെ പോലും അപമാനിക്കപ്പോ ചെയ്തത്. വന്ദേമാതരം പാടി തുടങ്ങിയപ്പോൾ ദേശീയഗാനത്തെ പോലും അപമാനിക്കുന്ന സ്ഥിതിയാണ് മേയറുടെ ഭാഗത്തുനിന്നും ഡെപ്യൂട്ടി മേയറുടെ ഭാഗത്തുനിന്നും നടന്നത്.